സജഷൻസ് ടു സ്കോർ A+? നമുക്ക് എല്ലാവർക്കും എന്താ വേണ്ടത്? A+ അല്ലേ? ഈ A+ കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ സജഷൻസ് ആണ് മനസ്സിൽ കരുതേണ്ടത്, നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് ഇന്ന് മിസ് പറയാൻ വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ്, ലെറ്റ്സ് ഗോ നോക്കാലോ. മാസ്റ്റർ ദ കീ ലെസൺസ് ആൻഡ് തീംസ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത് കീ ലെസൺസും ആ ലെസൺസിന്റെ എല്ലാം തീംസ് പഠിച്ചിരിക്കണം, അതിൻ്റെയൊക്കെ പോയറ്റിക് ഡിവൈസസ് പഠിച്ചിരിക്കണം, അതിന്റെ ടോണും എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഒരു ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഇപ്പൊ അപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വരും. സോ ഫോക്കസ് ഓൺ ദം. The board exam frequently tests your understanding of the central theme and character motivation. അപ്പോൾ ക്യാരക്ടർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പ്ലോട്ട് ഡെവലപ്മെന്റ് എല്ലാം ചോദിച്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചോദ്യം വരും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കണം. അടുത്തത് എന്ന് പറയുന്നത് പ്രാക്ടീസ് ഹൈ വെയിറ്റേജ് റൈറ്റിംഗ് ടാസ്ക്സ്. മെയിൻലി ഡിസ്കോഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് 6 മാർക്ക് 7 മാർക്കൊക്കെ വരുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. അത് ഒരുപാട് തവണ എഴുതി പഠിക്കണം. കാരണം എന്താ, എഴുതി പഠിച്ചാൽ മാത്രമേ നിങ്ങൾ സ്പീഡ് ആവുള്ളൂ. പിന്നെ എന്താണ് സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ദ മാർക്സ്, എന്താ ഒരുപാട് മാർക്സ്, ഒരു സിഗ്നിഫിക്കൻറ്റ് പോർഷൻ തന്നെ വരുന്നത് കംസ് ഫ്രം ക്രിയേറ്റീവ് റൈറ്റിംഗിൽ നിന്നാണ് വരുന്നത്. എന്തൊക്കെയാണ് പ്രാക്ടീസ്, അതായത് ഒരുപാട് ഫോർമാറ്റ്സ് ഉള്ളത്. ഇപ്പോൾ എസ്സേ എഴുതാൻ വരും, ലെറ്റർ എഴുതാൻ വരും, പിന്നെ എന്താണ് റൈറ്റപ്പ് എഴുതാൻ വരും, ഒരുപാട് ചോദ്യങ്ങളുണ്ട് അല്ലേ. അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീണ്ടും 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 നമ്മൾ എഴുതി പഠിച്ചാൽ മാത്രമേ നമ്മൾ ശരിക്കും ക്ലിയർ ആവുള്ളൂ. അപ്പം നമുക്ക് പറയുന്ന പോലെ ഇനിയും മിനിക്കിയാൽ ഇനിയും തെളിയും ആണല്ലോ, ഇത് ഇനിയും മിനിക്കുക ഇനിയും തെളിയുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, എഴുതുക എഴുതുക എഴുതുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തെളിഞ്ഞു വരുന്നതായിരിക്കും. ഇനി എന്താണ് അടുത്ത കാര്യം, ഫോക്കസ് ഓൺ സ്പെസിഫിക് ഗ്രാമർ ടോപ്പിക്സ്. അപ്പോൾ എന്താ, നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഗ്രാമർ ടോപ്പിക്സ് ഉണ്ട്. ഇപ്പോൾ ഫ്രേസൽ വെർബ്സ് ആവാം, അല്ലെങ്കിൽ പാസീവ് ആക്റ്റീവ് ആവാം, അതും അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ആകാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ്സ് ആകാം, അല്ലെങ്കിൽ എറർ ഐഡന്റിഫിക്കേഷൻ ആകാം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വീണ്ടും 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 മിസ് തരുന്ന ചോദ്യങ്ങളാണേലും അല്ലാതെ കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങളാണേലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ നിങ്ങളുടെ ഓരോ പാഠത്തിന് ശേഷവുമുള്ള നിങ്ങൾക്കുള്ള വർക്ക് ഉണ്ടല്ലോ, ആ വർക്ക് എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കണം. കാരണം അതിൽ നിന്നുള്ള ഒരുപാട് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, നിങ്ങൾ ഫോക്കസ് ഓൺ സ്പെസിഫിക് ഗ്രാമർ ടോപ്പിക്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഈ ഗ്രാമർ ടോപ്പിക്സിനെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ ആണോ? അടുത്ത എന്താണ്, എക്സാം ടിപ്സ് ഫോർ ഹൈ സ്കോർ ആണ്. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ് എക്സാം ടിപ്സ് ഫോർ ഹൈ സ്കോർ. എന്താണെന്ന് നോക്കാമല്ലോ. പോയറ്റിക് അപ്രീസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ ആസ്ക്ഡ് ടു അപ്രീഷിയേറ്റ് എ പോം ലൈക്ക് മിറർ അല്ലെങ്കിൽ ദി സീഡ്ലിംഗ് ഒക്കെ ആണെങ്കിൽ ആദ്യം നിങ്ങൾ പോയറ്റിക് ഡിവൈസസ് ഐഡന്റിഫൈ ചെയ്യണം, അതിൻ്റെ തീം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം, ടോണും മൂഡും എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പം മെറ്റഫേഴ്സ് ആണെങ്കിലും പെർസോണിഫിക്കേഷൻ ആണെങ്കിലും ഇമേജറി ആണെങ്കിലും ഈ പോയറ്റിക് ഡിവൈസസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ദ മെറ്റഫർ, വാട്ട് ഈസ് ദ പെർസോണിഫിക്കേഷൻ, വാട്ട് ഈസ് സിമിലി, അതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾക്ക് ഹൈ സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി അടുത്തത് സൈൻ പോസ്റ്റിംഗ്. എന്താണ് സൈൻ പോസ്റ്റിംഗ്? യൂസ് സൈൻ പോസ്റ്റിംഗ് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ദെൻ എന്ന് യൂസ് ചെയ്യുക, ഹൗ എവർ എന്ന് യൂസ് ചെയ്യുക, ഫൈനലി എന്ന് യൂസ് ചെയ്യുക. ഈ വാക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ നിങ്ങളുടെ ലാംഗ്വേജ് പോവേഴ്സ് കാണിക്കും. നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് നിങ്ങളുടെ ലാംഗ്വേജിനെ കൈകാര്യം ചെയ്യുന്നു, നിങ്ങൾ എത്ര നല്ലതാണ് നിങ്ങളുടെ ലാംഗ്വേജിൽ എന്നൊരു ഐഡിയ നിങ്ങളുടെ പേപ്പർ കറക്റ്റ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം പ്ലീസ് കീപ് ദിസ് ഇൻ മൈൻഡ് ആസ് വെൽ ടു മേക്ക് എ ലോങ് ആൻസേഴ്സ് മോർ സ്ട്രക്ചേർഡ് ആൻഡ് പ്രൊഫഷണൽ. എന്താണ്, നിങ്ങൾ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പം നിങ്ങളുടെ ലോങ് ആൻസർ സ്ട്രക്ചേർഡ് ആയിട്ടും വളരെ പ്രൊഫഷണൽ ആയിട്ടും തോന്നുന്നതായിരിക്കും. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ ദ വൈൽ വി റീഡ് എന്നൊക്കെയുള്ള വരുന്ന ചോദ്യങ്ങളില്ലേ, ക്വസ്റ്റ്യൻസ് ഇൻ ദ മാർജിൻസ് ഓഫ് യുവർ ബുക്കില്ലേ. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന പാഠങ്ങളിൽ സൈഡിൽ നിങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കൂ, ഈ കാര്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കൂ എന്ന് പറയുന്ന ചോദ്യങ്ങളൊക്കെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ആൻസേഴ്സ് കണ്ടുപിടിക്കുക, അതിനെങ്ങനെ ഉത്തരം കൊടുക്കണമെന്നറിയുക, അതൊക്കെ വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ്, ദീസ് ഓഫൺ മിറർ ദ കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഇൻ ദ എക്സാം. അപ്പം അങ്ങനെ സൈഡിൽ തരുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങൾ, കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്നത് എന്തൊക്കെയാണ് എക്സാമിന് അങ്ങനത്തെ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതിനെ മിറർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ്, ആ സൈഡിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ വിട്ട് കളയരുത്, അത് ഉറപ്പായിട്ടും പഠിക്കണം. അപ്പം മക്കളെ എല്ലാവരും മനസ്സിലായല്ലോ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന്. പ്ലീസ് ഫോക്കസ് ഓൺ ദം. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും കാണാം. ബൈ.